സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെയാണ് കഴിഞ്ഞ 4 ദിവസമായി തിരുവനന്തപുരം നഗരനിവാസികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുടിക്കാനോ കുളിക്കാനോ വെള്ളമില്ലാത്ത അവസ്ഥ. തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ മേഖലകളെ വലച്ച കുടിവെള്ളക്ഷാമത്തിന് ഒടുവിൽ പരിഹാരമായി. കുടിവെള്ള വിതരണം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പലർക്കും നീണ്ട 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വെള്ളം എത്തിയതിലുള്ള സന്തോഷമുണ്ട്. വെള്ളം വന്നിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും വന്നിട്ടുണ്ട് വെള്ളം. ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഈ 4 ദിവസവും. 4 ദിവസം ചെറിയ രീതിയിൽ നൂല് പോലെ വരുമായിരുന്നു. ഇപ്പോഴും പലയിടത്തും കുടിവെള്ളം എത്താനുമുണ്ട്. മേലാങ്കോട്, PTP നഗർ, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, കുരിയാത്തി, കരമന തുടങ്ങി ചിലയിടങ്ങളിലും വെള്ളം എത്തിയിട്ടില്ലെന്ന് ജനം പരാതിപ്പെട്ടു. ഇവിടെ എത്തിയിട്ടില്ല. ഇന്ന് ഇത്രയും സമയമായി ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 5 ദിവസമായി കുടിക്കാൻ പോലും ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല. ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇടുങ്ങിയ പ്രദേശം, ചെറിയ ഇടവഴി ആയതുകൊണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കുടിച്ചുകൊണ്ട് ഇവിടെ കിടക്കാം, മരിക്കാം. ഏറ്റവും കൂടുതൽ ദുരിതത്തിലായത് വയോധികരും രോഗികളുമാണ്. പലരും ഇടവഴികളിലൂടെ കിലോമീറ്ററുകൾ നടന്നാണ് പൊതു ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. വെള്ളം ഇല്ലാന്ന് അറിഞ്ഞപ്പോൾ മുള്ളുപാട്ട് ചെന്ന് എടുത്ത് വെളുപ്പങ്കാലമൊക്കെ മക്കളെ വേറെ പാടുപെട്ടു. നമ്മൾ വയ്യാത്തവരല്ലേ ചെന്ന് അവിടെ നിന്ന് കൊണ്ടുവരാൻ എന്ത് പാടുപെടും മക്കളെ. കാലും കൈയും വയ്യാതെ നമ്മൾ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകണുണ്ട് വണ്ടിയിൽ. ഇങ്ങോട്ട് ഈ മുടിക്കിലോട്ടേ വന്നിട്ടില്ല മക്കളെ. അങ്ങോട്ട് മുടിക്കിലും വെള്ളം വന്നില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ മുടിക്കിൽ ഭാഗികമായി പ്രശ്നം പരിഹരിച്ചുവെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളുടെ പല ഭാഗത്തും വെള്ളം എത്താനുണ്ട്. വെള്ളം എത്തിയ പലയിടങ്ങളിലും നൂൽ പോലെയാണ് ടാപ്പിലൂടെ ഒഴുകുന്നത്. അത്ര ശക്തി കുറവാണ് ജലത്തിന്റെ വരവ്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം എത്തിയെങ്കിലും പല പ്രദേശങ്ങളിലും ഇനിയും വെള്ളം എത്താനുണ്ട്. മണികണ്ഠേശ്വരം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ജനം. ക്യാമറാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.